പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിരവധി ക്രൈസ്തവ സഭകളെന്ന് പറഞ്ഞ് ധാരാളം നൂറുകണക്കിന് പ്രസ്ഥാനങ്ങൾ ഉണ്ട്. ഇവരെല്ലാം പലതരത്തിലുള്ള ആരാധനാലയങ്ങൾ പണി കഴിപ്പിക്കുന്നു, പലതരത്തിലുള്ള പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നു, ഉണർവ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു, അത്ഭുത രോഗശാന്തി പരിപാടികൾ നടത്തുന്നു, പല പരിപാടികളും നടത്തുന്നുണ്ട്. പക്ഷേ എണ്ണത്തിൽ ക്രിസ്ത്യാനി സമൂഹത്തെ നോക്കിച്ചാൽ നമ്മൾ അവരുടെ ആ എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരെടുക്കുന്ന ഈ എഫേർട്ടും ഇവരുടെ ഈ പ്രവർത്തനങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന വിഭാഗത്തിൻ്റെ എണ്ണം കൂടുകയല്ല, താഴേക്ക് വരികയാണ്. എന്തുകൊണ്ടാവാം അത്? അതൊരു സത്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ രണ്ടെണ്ണം ഞാൻ പറയാം. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, യേശു പറഞ്ഞു, എല്ലാവരെയും എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ. ഇവർക്ക് ആർക്കും ശിഷ്യനാകണ്ട. ശിഷ്യനാകുക എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നാമത്തെ കാര്യം പാപം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം നീ വിശുദ്ധനായിരിക്കണം. മൂന്നാമത്തെ കാര്യം വേല ചെയ്തേ ജീവിക്കാൻ പാടുള്ളൂ. എപ്പോഴും യേശുവിനെ അനുകരിക്കാൻ ശ്രമിക്കണം. ഇതിന് ഇവർക്കാർക്കും സാധിക്കത്തില്ല. അത് കൊണ്ട് ഇവർ ഒരുത്തരെ ശിഷ്യനാകാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഒരെണ്ണം പോലും ഉണ്ടായിട്ടുമില്ല. ഇത് ഒരു കാരണമാണ്. രണ്ടാമത്, യേശു തമ്പുരാൻ നേരിട്ട് പറഞ്ഞു, അതായത് ഞാൻ നിങ്ങളെ ഉപദേശിച്ചത് എൻ്റെ ജനങ്ങളെ ഉപദേശിപ്പീൻ. ഞാൻ നിങ്ങളെ ഉപദേശിച്ചത് എൻ്റെ ജനങ്ങളെ ഉപദേശിപ്പീൻ. അവരത് ചെയ്യത്തില്ല. അതിന് പകരം അവരെന്തെടുക്കുമെന്നറിയാമോ? ഈ കേൾവിക്കാരും കാഴ്ചക്കാരും ഒക്കെ ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് പൊത്തിഫേറിൻ്റെ ഭാര്യ യൗസേപ്പിൻ്റെ തുണി വലിച്ചു പറിച്ചു കളഞ്ഞു. പൊത്തിഫേറിൻ്റെ ഭാര്യ തുണി വലിച്ചു പറിച്ച് അതിനെന്തിരിക്കുന്നു? ആ കംപ്ലീറ്റ് ഒരു പ്രസംഗത്തിനകത്ത് ആരെയെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ രണ്ടാമത് ഇവർ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് അനന്യാസും സപ്പീറയും വസ്തു വിറ്റ് കഴിഞ്ഞ് കൊണ്ടുവന്ന് എൻ്റെ അടുക്ക് കളിച്ചു, ഞാൻ രണ്ടെണ്ണത്തിനെയും വെച്ച് കൊടുത്തു, രണ്ട് ചത്തവിടെ വീണു. ഇത് ദൈവികമല്ല. ഇതവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയും സംഭവിക്കും, ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കാനാണ്. ഈ യേശു തമ്പുരാൻ ഇത് പറയാനാണോ പറഞ്ഞത് അവരോട്? യേശു തമ്പുരാൻ പറഞ്ഞത്, മുട്ടുള്ളവൻ്റെ മുട്ട് മാറ്റി കൊടുക്കാനായിട്ട് ഒരു നാഴി അരി അവന് നീ കൊടുക്ക്. മത്തായിയുടെ സുവിശേഷം 5ഉം 6ഉം 7ഉം യേശു തമ്പുരാൻ അവരെ പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷേ എവരാരും അത് പ്രസംഗിക്കുകയില്ല. ഇവർ ഇതുപോലുള്ളത്. പിന്നെ ഇന്നത്തെ കുർബാന ചൊല്ലിച്ച് വന്നിട്ട് പ്രസംഗിക്കാൻ ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചു. ഇന്നത്തെ പത്രത്തിനകത്ത് മറ്റേതുണ്ട് മറിച്ചുണ്ടെന്ന് പറഞ്ഞു. അത് പറയാനല്ല വിട്ടേക്കുന്നത്. യേശു നിങ്ങളെ പഠിപ്പിച്ചില്ലയോ? അത് എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാനാണ് പറഞ്ഞു. യേശു പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ അതിനകത്തെല്ലാം ജീവൻ്റെ വചനങ്ങളാണ്. ഈ കോടതിയിൽ കേസിന് പോകുന്നത് യേശു പറഞ്ഞ വചനം അനുസരിച്ച് ഒരു പക്ഷേ അവിടെ വെച്ച് തന്നെ സെറ്റിലാകും. പള്ളി മുറ്റത്ത് വെച്ച് തന്നെ സെറ്റിലായി പോകാം. ഇതൊന്നും അവർ പറയത്തില്ല. അത് കാരണം ധാരാളം ആൾക്കാർ ക്രിസ്ത്യാനികളായി മാറുന്നതിന് തടസ്സം വന്നു. പിന്നെ ഞാൻ പറയുന്നത് ക്ഷമിക്കണം, വെളിപാട് പുസ്തകം 21:8 പറയുന്നുണ്ട്, കള്ളം പറയരുത്. കള്ളം പറയുന്നതിന് PhD എടുത്ത ആൾക്കാരാണ് ഈ പള്ളി വരുന്നത്. ഒരാൾക്ക് 3 മിനിറ്റ് സമയം നിങ്ങൾ സംസാരിച്ചാൽ അതിനകത്ത് അയാൾ പറയുന്ന ഒരെണ്ണം കള്ളമായിരിക്കും. ആ രീതിയിൽ കള്ളം, കൊലപാതകം, മോഷണം ആദിയായ വൃത്തികേടുകൾ ചെയ്തിട്ട് ഒരു വെള്ള ഷർട്ട് വിട്ട് ഒരു 100 രൂപയുടെ നോട്ട് വിട്ട് ഫ്രണ്ടിലെ 3 ബട്ടൺ എടുത്ത് ആ നെഞ്ചിലെ രോമവും ഒരു വലിയ അര ഇഞ്ച് ഡയമീറ്ററുള്ള ഒരു സ്വർണ്ണമാലയിട്ട് അവിടെ വരുന്ന ആൾക്കാർ വിചാരിച്ചാൽ ഒരുത്തനെ ക്രിസ്ത്യാനിയാക്കാൻ ഒക്കത്തില്ല.
ഒരുവനെ ക്രിസ്ത്യാനിയാക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂട്ട് ബിഹേവ് ചെയ്യണം, യേശുവിൻ്റെ കൂട്ട് ബിഹേവ് ചെയ്യണം. യേശു ഇപ്പോൾ ഈ യേശുവിൻ്റെ പ്രകൃതം കാണുകയാണെന്നുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം വന്ന് ആൾക്കാർ കേട്ടോണ്ടിരുന്നു 3 ദിവസം അവർ വീട്ടിൽ പോയില്ല. 3 ദിവസം വീട്ടിൽ പോകാതിരുന്ന് കഴിഞ്ഞാൽ അവർ പോകാൻ നേരമായ ഉടനെ ശിഷ്യന്മാർ മൂട്ടിലെ പൊടി തള്ളിക്കറിഞ്ഞാൽ പറഞ്ഞാൽ അവരെ വിടരുത്, അവർ വഴിയിൽ തളർന്നു പോകും, അവർക്ക് എന്തെങ്കിലും കൊടുത്തേ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ പീലിപ്പോസ് പറഞ്ഞു, ഇവിടെ ഒരു പയ്യൻ്റെ കയ്യിൽ പീലിപ്പോസിനോട് പറഞ്ഞോടനെ പറഞ്ഞു, അത് ഇത്രയും പേർക്ക് ഇച്ചിരി കൊടുക്കാനാണെങ്കിൽ 200 വെള്ളിക്കാശ് വേണം, നമ്മുടെ എവിടെ ഇരിക്കുന്ന 200 വെള്ളിക്കാശ്. അപ്പോൾ അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു പയ്യനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, അവരെ ഇരുത്താൻ പറ. 5 അപ്പവും 2 മീനും ഇത്രയും ജനങ്ങൾക്ക് എങ്ങനെ കൊടുക്കാനാ? 5000 പേര് പുരുഷന്മാർ മാത്രമാണ്, സ്ത്രീകൾ കൂടുതൽ കൊണ്ടുവന്നിരിക്കും, കുട്ടികൾ കൊണ്ടുവന്നിരിക്കും. എല്ലാവരും തിന്ന് തൃപ്തരാകുവോളം അത് കൊടുത്തു. അത് തന്നെയല്ല, ശേഷിപ്പ് പെറുക്കിയവരുടെ കൂട്ടത്തിൽ ഒരാളാണ് യേശു. തോളെ കൊട്ടയും വെച്ച് ശേഷിപ്പ് പെറുക്കിയെടുത്തു. കളയരുത്, ശേഷിപ്പ് കളയരുത്, നമുക്ക് തിന്നരുതോ നാളെ. അപ്പോൾ ആ ഒരു വീക്ഷണം ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇല്ല. എൻ്റെ വയറ് നിറയണം. യേശുമ്പുരാൻ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ ഒരു പാഠമാണ് ഈ അഗപ്പെ. ഐ ലവ് യു ബട്ട് ഐ ഡോണ്ട് എക്സ്പെക്റ്റ് എനി ഫ്രം. അതാണ് ഈ അഗപ്പെ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിന് പകരം നിങ്ങൾ എനിക്കൊന്നും തരണ്ട. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് വസ്ത്രം വേണം എൻ്റെ തരാം, നിങ്ങൾക്ക് എന്ത് വേണോ ഞാൻ എല്ലാം തരാം, എനിക്ക് നിങ്ങളൊന്നും തരണ്ട. അതാണ് അഗപ്പെ. ഈ അഗപ്പെ എന്നുള്ള സ്നേഹമുള്ള ആൾക്കാർ ഇല്ലാതെ പോയത് കൊണ്ടാണ് നമ്മുടെ സംഖ്യ വർദ്ധിച്ചില്ല. ഞാൻ 2 പറഞ്ഞു, 3 പറഞ്ഞില്ലയോ? അല്ല, ഇവരിൽ ആരെയും ഇന്ന് നമുക്ക് കാണുന്ന ഏതെങ്കിലും ഒരു സഭാ നേതൃത്വത്തെ ക്രിസ്തുവിനെ ദർശിക്കാൻ, ഈ സഭയെയോ സഭാ നേതാക്കന്മാരെയോ പുരോഹിതന്മാരിൽ ക്രിസ്തുവിനെയോ നമുക്ക് ആർക്കെങ്കിലും ദർശിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല, സാധിക്കുകയില്ല. കാരണം അവരാരും ഈ 45,000 സഭകൾ ദൈവം സ്ഥാപിച്ചതല്ല. ഇതെല്ലാം വളരെ ഘടകവിരുദ്ധമായി സാത്താൻ സ്ഥാപിച്ചതും പാതാള ഗോപുരങ്ങൾ ജയിക്കുന്നതുമാണ്. ഇത് മനുഷ്യർ തിരിച്ചറിയണം. മനുഷ്യരെന്ന് വെച്ചാൽ ഞാൻ സാധാരണഗതിയിലുള്ള നമ്മുടെ ആൾക്കാരെല്ലാവരും വേദപുസ്തകം വായിക്കുന്ന ഉടനെ 1 യോഹന്നാൻ 2:27 വായിച്ചിട്ട്, കർത്താവേ വേദപുസ്തകം എന്നെ പഠിപ്പിക്കണമെന്നൊന്ന് പറയണം. 1 യോഹന്നാൻ 2:27 അത് പഠിപ്പിക്കാൻ ഏറ്റവും താല്പര്യമുള്ള ആളാണ് പരിശുദ്ധാത്മാവ്. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് ഈ പറയുന്നവയെ നമുക്ക് ക്രൈസ്തവ സഭകൾ എന്നതിന് പകരം പൈശാചിക സഭകളെന്ന് പറയുന്നതല്ലേ ഏറ്റവും സത്യം. അന്നേരം അത് വളരെ കുറ്റകരമാണ്. ഇതിനെ ക്രൈസ്തവ സഭകളെന്നും ക്രൈസ്തവ സമുദായമെന്നും അല്ലെങ്കിൽ ക്രൈസ്തവ നേതാക്കന്മാരെന്നും പറയുന്നത് കൃത്യമായിട്ടും ഇതിനെ പൈശാചികം കൂട്ടി പറയുന്നതായിരിക്കും ഏറ്റവും അതിനോട് ഞാൻ വളരെ യോജിക്കും. കാരണം ക്രിസ്തുവിൻ്റെ ഒരു അംശം പോലും നമുക്ക് ഇവരിലോ ഇവരുടെ പ്രവർത്തനങ്ങളിലോ ഇവരുടെ കാഴ്ചപ്പാടുകളിലോ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.